നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജനുവരി മാസത്തെ പൂരാട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരു പുതിയ വർഷം തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. എങ്കിലും ഈ മാസത്തിൽ 6-ാം ഭാവത്തിൽ ചന്ദ്ര ലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് കുറച്ച് ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതമുണ്ട്, വ്യാഴപ്പഴമുണ്ട്. വിഷ്ണുക്ഷേത്രം നെയ്വിളക്കും ഭാഗ്യസുക്താർച്ചനയും ചെയ്തിട്ട് വ്യാഴപ്പഴവിനുള്ള പരിഹാരങ്ങൾ ചെയ്യണം. ലഗ്നത്തിൽ ഭാഗ്യാധിപതി കർമാധിപതിയോട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അനുകൂലമായിരിക്കുന്ന ഭാഗ്യങ്ങളും കർമ്മസംബന്ധമായിട്ടുള്ള അഭിവൃദ്ധിയും ഉണ്ടാകാൻ യോഗമുണ്ട്. പക്ഷേ ദൈവാധീനം ഉണ്ടെങ്കിൽ മാത്രമേ പരിപൂർണമായിട്ട് ഈ ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം 10-ാം ഭാവത്തിൽ ഘടകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. 4-ാം ഭാവത്തിൽ രാഹുവും വീട് വിട്ട് നിൽക്കാനുള്ള യോഗവും ചെയ്യുന്ന തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും കേതുപൂജയും ചെയ്യണം. അതേപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്യുകളൊക്കെ ഭാഗ്യസുക്താർച്ചന മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ശുഭമധ്യസ്ഥിതി ആയത് കാരണം കൊണ്ട് എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. അതേപോലെ ലഗ്നാൽ 5-ാം ഭാവാധിപതിക്ക് നീചാവസ്ഥയാണ്. 21-ാം തീയതി വരെ അഷ്ടമത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ശൂന്യ ബലവാനായിട്ട് 5-ാം ഭാവാധിപതി നഷ്ടസ്ഥാനത്ത് പോയി നിൽക്കുന്ന കാരണം മാനസികമായിട്ടുള്ള ടെൻഷൻ, പുത്രസംബന്ധമായിട്ടുള്ള ദുഃഖം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. 21-ാം തീയതി കഴിഞ്ഞാൽ 7-ാം ഭാവത്തിലേക്ക് ആ ചൊവ്വ വരും. അപ്പോൾ 7-ാം ഭാവത്തിലേക്ക് പൂർവ്വപുണ്യസ്ഥാനാധിപതി പൂർണ്ണ ബലവാനായി വരുന്നത് കാരണം ഉത്സാഹം വർദ്ധിക്കുകയും ആക്റ്റീവായിട്ട് പ്രവർത്തിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതിനുശേഷം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സഹായ സ്ഥാനാധിപതി ബലവാനായി നിൽക്കുന്നത് കാരണം എല്ലാ സഹായങ്ങളും കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ ശനിയോട് ചേർന്നിട്ട് ശുക്രൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ശുക്രന് മന്ദയോഗം വരിക എന്ന് പറയുമ്പോൾ അതത്ര ഒരു അനുകൂലമായിരിക്കുന്ന ഗുണമല്ല. ചെറിയൊരു സന്യാസയോഗം പോലുള്ള ഒരവസ്ഥ, ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭൗതികമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോൾ തടസ്സം വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളത് കാരണം കൊണ്ട് ശനീശ്വരനും നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നല്ലതാണ്. അതേപോലെ ഗണപതി ഹോമം കഴിപ്പിക്കുന്നത് നല്ലതാണ്. കാരണം 12-ാം ഭാവത്തിൽ നിവർത്തി സ്ഥാനാധിപതിയും കർമാധിപതിയും നിൽക്കുന്നത് കാരണം വീട് വിട്ട് നിന്ന് പ്രവൃത്തിയെടുക്കുക, തൊഴിലിടയ്ക്ക് മുടക്കങ്ങൾ സംഭവിക്കുക, ഇങ്ങനെയുള്ള തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് ഗണപതി ഹോമം ചെയ്യുക വിഷ്ണു ക്ഷേത്രത്തിൽ. അതേപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസുക്താർച്ചന മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന സമയമാണെങ്കിൽ ഇത്തിരി അലസത വർദ്ധിക്കുകയും എൻ്റർടൈൻമെൻറ്റ് പോലെയുള്ള കാര്യങ്ങളോട് താല്പര്യം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനുള്ള യോഗമുള്ള ഒരു സമയമാണ്. അത് കാരണം നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട്. ലഗ്നാൽ 7-ാം ഭാവാധിപതി 12-ലായത് കാരണം ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഈ ഗണപതി ഹോമം, വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടും, ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും, നെയ്വിളക്ക് മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. നല്ല പ്രാർത്ഥന, വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ മാസത്തിൽ വലിയ തടസ്സങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പൂരാട നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.